22 ലിറ്റർ പാൽ ഇന്ന് കറന്നിട്ടുണ്ട്. ഇങ്ങനത്തെ പശുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം 1.25 വർഷം വരെയൊക്കെ നമുക്ക് ഇതേ പാലിന്റെ അളവില് നീണ്ട കറവുള്ള പശുക്കളാണ്. ചുരപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ നമ്മൾ കറന്നെടുക്കണം. അല്ലാതെ നമ്മളിങ്ങനെ കറന്നിട്ട് കാര്യമില്ല. പശുവിന് അത് നമ്മൾ 2 കൈ കൊണ്ട് നല്ല സ്പീഡിൽ തന്നെ കറന്നെടുക്കണം. ഒരു 8 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ചുരവ് പോകുമ്പോഴത്തേക്കും നമ്മൾ കറന്നെടുക്കണം. ഇതിപ്പം എത്രാമത്തെ പശു? ഇതിപ്പോ സെക്കൻഡ് ലാക്ടേഷനുള്ള പശുവാണ്. എത്ര ദിവസം കഴിഞ്ഞത്? ഇത് ഇന്നേക്ക് 11 ദിവസം. ശരിക്കും ഇതിപ്പോ ഒരു പശുവിന്റെ ഒരു പാലിന്റെ അളവ് നമുക്ക് എത്ര ദിവസം കഴിയുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് കിട്ടി തുടങ്ങുന്നത്? 22 days. 22 ദിവസം വേണം ആ പശുവിന്റെ കറക്റ്റ് ആ ഒരു പാലിന്റെ കപ്പാസിറ്റി നമുക്ക് അറിയണം. അപ്പൊ നമുക്ക് ഇതിപ്പം എത്ര നാൾ വരെ ഈ ഒരു 22 ലിറ്റർ കിട്ടും? 22 ലിറ്റർ, അതായത് ഇങ്ങനത്തെ പശുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം 1.25 വർഷം വരെയൊക്കെ നമുക്ക് ഇതേ പാലിന്റെ അളവില് നീണ്ട കറവുള്ള പശുക്കളാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പശു ആകുമ്പോ ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്കും നോർമൽ ജേഴ്സി ഒക്കെ അങ്ങനെയാണ് പാല് കുറഞ്ഞു പോകും. കുത്തി വെക്കുന്നിടം വരെ ഇതേ അളവിൽ കിട്ടും അതോ കുത്തി വെച്ച് കഴിഞ്ഞ് കിട്ടും? 6-7 മാസം നമ്മൾ 7 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത് നിർത്തണം, കറവ നിർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ കുട്ടികളെ ആണെങ്കിലും നല്ല രീതിയിൽ പാല് കുടിപ്പിക്കണം. നല്ല രീതിയിൽ പാല് കുടിച്ച് വളർന്ന കുട്ടികൾക്കും ഇതുപോലെ നല്ല പാലുണ്ടാവും. ഇതിപ്പോ നമ്മുടെ മൂരിക്കുട്ടിയാണോ പശുവാണോ? മൂരിക്കുട്ടി. ഇത് കറന്നു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മള് കുട്ടീനെ വിടുമല്ലോ, കുട്ടീനെ കുടിക്കാൻ വേണ്ടിയിട്ട് വിടും. ചിലവർ കുട്ടീനെ കുടിപ്പിക്കാതെ കറന്ന് കുട്ടിക്ക് സെപ്പറേറ്റ് കൊടുക്കും. എന്തായാലെങ്കിലും നമ്മൾ നല്ല വൃത്തിയായി കഴുകുക. എന്നിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് കഴുകി നല്ല അകിട് വൃത്തിയായി തുടയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വൈക്കോലോ പുല്ലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പൊ അത് തിന്നുകൊണ്ട് നിൽക്കും. അപ്പൊ ഈ ഹോൾസ് ഓപ്പൺ ആയത് അടയും. അപ്പൊ നമുക്ക് അണുക്കൾ കയറില്ല. അപ്പൊ നമുക്ക് അകിട് വീക്കം അങ്ങനെയുള്ള അസുഖങ്ങൾ വരില്ല. കൈക്കറവാകുമ്പോൾ ചെറിയ ഫാമൊക്കെ ആകുമ്പോൾ കൈക്കറവാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പൊ ഈ പശുവിന്റെ അടുത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും പനിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതെ.